ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ മൊബൈലിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈവസി ആപ്ലിക്കേഷനാണ്. അതായത് ആപ്ലിക്കേഷനെ ലോക്ക് ചെയ്ത് വെക്കാനും അതുപോലെ നമ്മളെ ഗാലറിയിലുള്ള ഏതെങ്കിലും നമ്മളുടെ പേഴ്സണൽ ഫോട്ടോസോ മറ്റു ഡാറ്റാസൊക്കെ നമുക്ക് ലോക്ക് ചെയ്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ സാധാരണ ലോക്ക് ആപ്ലിക്കേഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചതാണെന്ന്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് പറ്റിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്യാത്ത രീതിയിലൊക്കെ ആക്കി മാറ്റാൻ പറ്റും. അതായത് ഒരു ഫേക്ക് മെസ്സേജ് ഒക്കെ വരും, ആപ്ലിക്കേഷൻ എററിന്റെ ഒരു മെസ്സേജ് ഒക്കെ വരുന്ന രീതിയിലുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ. അതും ഒരു പ്രോ വേർഷൻ ആപ്ലിക്കേഷനാണ് ഞാൻ തരുന്നത്. ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ പെയ്ഡ് വേർഷൻ, പ്രോ വേർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ലോക്ക് ഡൗൺ പ്രോ എന്ന് പറയുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മുതൽ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യമാണ് വരിക. നിങ്ങൾക്ക് പാറ്റേൺ ടൈപ്പ് ലോക്ക് വേണോ അതല്ലെങ്കിൽ ക്ലാസിക് ടൈപ്പ്, അതായത് ക്ലാസിക് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്പറൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ പാറ്റേൺ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു പാറ്റേൺ ഇവിടെ ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷമാണ് ഈ ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിനകത്ത് വർക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ഫോണിലെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇതിന് നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം എന്നാലേ മാത്രമേ നമ്മളെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ഫയൽ റിക്കവർ ചെയ്യാൻ അവരുടെ ഹെൽപ്പ് ട്യൂട്ടോറിയലൊക്കെ നമ്മളെ ഈ രജിസ്റ്റേർഡ് ഇമെയിലിനകത്തേക്കാണ് വരിക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സേവ് കൊടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മളുടെ ആപ്ലിക്കേഷൻസ്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണിക്കും. ഇതിനകത്ത് ഏത് ആപ്ലിക്കേഷനൊക്കെയാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നോക്കുക, ഞാനിവിടെ പ്ലേ സ്റ്റോർ ആണ്. ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പ്ലേ സ്റ്റോർ ആണ് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് പ്ലേ സ്റ്റോർ എടുത്തത്. പ്ലേ സ്റ്റോർ ആണ് ഞാൻ ലോക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ബട്ടൺ ഈ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ആനിമേഷനൊക്കെ കാണാം. അപ്പോൾ ആപ്ലിക്കേഷൻ ലോക്കായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പാറ്റേൺ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇത് നോർമൽ ആയിട്ടുള്ള മെത്തേഡ്, എല്ലാ ലോക്ക് ആപ്ലിക്കേഷനും ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇനി ഇതിനകത്തുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിലും ലോക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് മാത്രം. നിങ്ങൾക്ക് ഇതിന്റെ സെറ്റിംഗ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ തീമൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ലോക്ക് സ്ക്രീന് നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ടുള്ള തീംസുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫയലുകൾ, നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സണൽ ഫയലുകൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സെലക്ട് ചെയ്യുന്ന ഫോട്ടോസ് നമ്മളുടെ സാധാരണ ഗാലറിയിൽ കാണില്ല. ഇതിനകത്ത് വന്നെങ്കിൽ മാത്രമേ പിന്നെ അത് കാണുള്ളൂ. പിന്നെ അതിനകത്ത് വരുന്ന സ്മാർട്ട് ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്ന വൈഫൈ അതുപോലുള്ള ഈ ബ്ലൂടൂത്ത് പോലുള്ള ഓരോന്നിനെയും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ബ്ലോക്ക് കൊടുക്കുന്ന ആ ഒരു ബ്ലൂടൂത്ത് അതല്ലെങ്കിൽ മറ്റുള്ള വൈഫൈ പോലുള്ളതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ, പ്രത്യേകമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന സെറ്റിംഗ്സിനകത്ത് ഡിവൈസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഈ ഒരു ഐക്കണിനെ നമ്മളുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ വന്നാൽ ഇതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലോക്ക് ആപ്ലിക്കേഷൻ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ കാണിക്കും. അപ്പം മറ്റുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയോ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഐക്കണെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അതിനുള്ള ഓപ്ഷനൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. നോക്കുക, ഇവിടെ ഹൈഡ് ലോക്ക് ഡൗൺ പ്രോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാനിവിടെ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു
വിൻഡോ വരും. ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി ഈ ആപ്ലിക്കേഷന്റെ ഐക്കൺ കാണാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യേണ്ടി വരുമ്പം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. $*123 എന്ന് അടിച്ചിട്ട് കോൾ ബട്ടൺ അടിച്ചു കഴിഞ്ഞാലാണ് പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. നമുക്കതൊന്ന് നോക്കാം. അപ്പം ഞാനത് ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ നോക്കുക, ആ ഒരു ഐക്കൺ അവിടെ ഇല്ല. ഇവിടെ വന്നാലും ഐക്കൺ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇല്ലാതെ പോലും മറ്റിപ്പോൾ ലോക്ക് ചെയ്തിട്ടുള്ള നമ്മളെ പ്ലേ സ്റ്റോർ പോലുള്ള കാര്യങ്ങളൊക്കെ തുറക്കുന്ന സമയത്ത് ലോക്ക് ചോദിക്കും. ആ ലോക്ക് കൊടുത്താൽ ഓപ്പൺ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ തുറന്നു അതിനകത്ത് ഇനി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനെ ലോക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ആപ്ലിക്കേഷൻ വീണ്ടും റൺ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കീപാഡിനകത്ത് സാധാരണ ഫോൺ നമ്പർ ഡയൽ ചെയ്യുന്ന പോലെ $*123 എന്ന് അടിച്ചു കോൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു അപ്ലൈ ചെയ്തിട്ടുള്ള കോഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് വരാം. കൂടുതൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നിനെയും ലോക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് കുറച്ച് സമയം നമ്മൾ ഏതെങ്കിലും ഒരു ലോക്ക് ചെയ്ത ആപ്ലിക്കേഷനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക ഫേക്ക് എന്ന് എഴുതി കാണിക്കും. അതിന്റെ കൂടെ ഈ ലോക്കും കൂടെ ഓൺ ചെയ്ത് വെക്കാം. ഇപ്പോൾ നിങ്ങൾ ഫേക്കാണ്, നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു മിനിറ്റ്, അതിനകത്ത് ആ സെറ്റിങ്സ് പൂർത്തിയായിട്ടില്ല. അത് കാരണമാണ് അതങ്ങനെ വന്നത്. $*123 സെറ്റിങ്സിൽ പോയിട്ട് ഞാൻ നേരത്തെ കൊടുത്ത ആ സ്റ്റെൽത്ത് മോഡ് ഓഫ് ചെയ്യാണ്. കാരണം നമ്മൾക്ക് എല്ലായ്പ്പോഴും ഈ കോഡ് കൊടുക്കുമ്പം ഒരു ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇവിടെ ഫേക്ക് കവർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫേക്ക് കവറിനകത്ത് നോക്കുക, ഇതുപോലെ അൺഫോർച്ചുനേറ്റ്ലി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഹാസ് സ്റ്റോപ്പ്ഡ് എന്ന് പറയുന്ന ഒരു ഫേക്ക്. നമ്മൾ സാധാരണ ഫോൺ എറർ വരുന്ന സമയത്താണ് ഇതുപോലെ ഒരു ഫേക്ക് മെസ്സേജ് വരിക. സാധാരണ മെസ്സേജ് ഇങ്ങനെയാണ് വരിക. നമ്മൾ ഇതുപോലൊരു ഫേക്ക് മെസ്സേജ്, നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിന്റെ പേരിൽ ഇതുപോലൊരു ഫേക്ക് മെസ്സേജ് വിൻഡോ വരും. അപ്പം നിങ്ങൾ ഇതിവിടെ ഓൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് സമയം ഈ ഓക്കെയിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേഷൻ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷന് നേരെ ഈ ഫേക്കും അതുപോലെ ഈ ലോക്ക് ഈ രണ്ട് കാര്യം ഓൺ അല്ലേ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ എക്സിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഗൂഗിൾ പ്ലേ സ്റ്റോർ തുറക്കുന്ന സമയത്ത് നോക്കുക, അൺഫോർച്ചുനേറ്റ്ലി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഹാസ് സ്റ്റോപ്പ്ഡ്. ഞാൻ ഏത് ആപ്ലിക്കേഷനാണോ ഇതുപോലെ ഫേക്ക് കൊടുത്തിട്ടുള്ളത് അതിനൊക്കെ അതിന്റെ നെയിം വെച്ച് ഇതുപോലെ ഒരു ഫേക്ക് വരും. ഇനി നിങ്ങൾക്ക് അത് എങ്ങനെയാണ് തുറക്കുക എന്ന് വെച്ചാൽ ഇതിപ്പോൾ മറ്റുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഫോണിൽ എറർ സംഭവിച്ചതാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾക്ക് മനസ്സിലാകും ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു കവർ വിൻഡോ ആണെന്ന്. നിങ്ങൾ ഈ ഓക്കെ എന്നുള്ള ഈ ബട്ടണിൽ കുറച്ച് സമയം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, പാസ്വേഡ് ചോദിക്കുന്ന ആ ഒരു വിൻഡോയിലേക്ക് വന്നു. നിങ്ങൾ വീണ്ടും പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ തുറക്കാം. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് ഒരിക്കലും ഇത് ഓപ്പൺ ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള സെറ്റിങ്സുകളും ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ ഓരോന്നും എടുത്ത് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഓൺ ഓഫ്, പെട്ടെന്ന് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡിസേബിൾ ചെയ്യാനൊക്കെയാണ് ഈ ഓൺ ഓഫ് ഉള്ളത്. നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തീമിന്റെ കാര്യം, അതുപോലെ ഈ സെർച്ചിന്റെ കാര്യം. പിന്നെ സെറ്റിങ്സിനകത്ത് വരുന്ന ഏറ്റവും മികച്ച ഫീച്ചർ ഇതിന്റെ ഈ ഒരു ഐക്കൺ ഡിസേബിൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കാം. ഈ കോഡ് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഓർക്കാൻ അറിയുന്ന ആളുകൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഈ സ്റ്റെൽത്ത് മോഡ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷനെ ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കളും ഇത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.